വേസ്റ്റ് പേപ്പറോ അതോ നമ്മുടെ കയ്യിലുള്ള നോട്ടീസൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഭാഗം മാത്രം പ്രിൻ്റ് അടിച്ചിട്ടുള്ള അതുപോലുള്ള നോട്ടീസിൻ്റെ മറ്റൊരു ഭാഗം അതേമാതിരി വൈറ്റ് കളറാവും. അപ്പോൾ നമുക്ക് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലുള്ള നോട്ടീസോ A4 പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഒരു തണ്ണിമത്തൻ്റെ ഒരു ഹാഫ് പോർഷനാണ്. ഹാഫും അല്ല, ഒരു പീസാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. അതേമാതിരി തന്നെ ഒരു ഐസ്ക്രീം ബാറും ഒരു ലവ് ചിഹ്നം ഞാൻ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തോന്നുന്നു ഞാൻ വരയ്ക്കുന്ന ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പെൻസിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല പെന്ന് ഉപയോഗിക്കുക കേട്ടോ. അത് തെറ്റില്ല എന്ന് ഉറപ്പുള്ളവർക്ക് പെന്ന് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് പെൻസിൽ ഉപയോഗിക്കാം. ഞാൻ പെൻസിൽ കൊണ്ടൊക്കെ വരച്ച് ഇനിയിപ്പോൾ അത് കളർ ചെയ്യുന്നത് വാട്ടർ കളറോ യൂസ് ചെയ്യാം, നമുക്ക് ക്രയോൺസ് യൂസ് ചെയ്യാം, നമുക്ക് സ്കെച്ച് യൂസ് ചെയ്യാം, എന്ത് കളറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്, അതിനോട് മാച്ചായിട്ടുള്ളതൊക്കെ കൊടുത്തിട്ട്. ഇനി നമ്മുടെ കളറിങ് കഴിഞ്ഞ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിനെ സ്റ്റിക്കറാക്കി രൂപീകരിക്കുകയാണ്. എങ്ങനെയാണ് സ്റ്റിക്കർ ആക്കുന്നത് വെച്ചാൽ ഇൻസുലേഷൻ ടാപ്പും അതുപോലെ പേപ്പർ ഡബിൾ സൈഡ് ടാപ്പും നമുക്കിവിടെ ആവശ്യമാണ്. ഇൻസുലേഷൻ ടാപ്പ് ഇതിൻ്റെ മുകളിലും, അതിനുശേഷം അത് സിസർ ഉപയോഗിച്ച് വെട്ടുകയും വേണം. വെട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വൈറ്റ് ഔട്ട്ലൈൻ കൊടുത്ത് വെട്ടാം. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വെട്ടുന്ന മാതിരി, അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് വെട്ടാം. എങ്ങനെയാണ് വെട്ടേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ട്. ഞാൻ അങ്ങനെ വെട്ടിയത് ഒരു സ്റ്റിക്കറിൻ്റെ ഇതിനൊരു ഒറിജിനാലിറ്റി തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നിയാവുകൊണ്ട് ഞാൻ ഇങ്ങനെ കാട്ടിയത്. പേപ്പർ ഡബിൾ സൈഡ് ടാപ്പ് അതിൻ്റെ അപ്പുറ ഭാഗം ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇത് ഒട്ടിക്കുന്ന എൻ്റെ സ്ക്രാപ്പ് ബുക്കിലാണ്. ഈ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. അത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കൂടുന്നാണ്, ഒരു ബിസ്ക്കറ്റ് കൂടുണ്ടാവില്ല, ബിസ്ക്കറ്റ് കൂടുന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചാനലുണ്ട്, പോയി കാണാവുന്നതാണ്. ഇതുപോലുള്ള കുറേ സ്റ്റിക്കേഴ്സുമായിട്ടുള്ള വീഡിയോ ഞാൻ ഇനി വരുന്നത്. ഞാൻ ഈ കവായി മോഡലാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടാവും, ആ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നതും വരയ്ക്കുന്നതൊക്കെ കേട്ടോ. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.